ടാക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് ഓരോരോ പാർട്ടും മിസ്സിൻ്റെ ക്ലാസ് കവർ ചെയ്ത് പോകുമ്പോൾ 1961 ആക്ട് പ്രകാരമാണ് ഓരോ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ 21A, സെക്ഷൻ 21B എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സെക്ഷൻ 10 പറയുന്നത്. എന്ത് ലിസ്റ്റ് പറയുന്നത് എന്തിലാ? സെക്ഷൻ 10 ഈ ലിസ്റ്റിൽ ഫസ്റ്റ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ ലിസ്റ്റ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകം എന്നാണ് എക്സാമിന് ചോദിക്കുക കേട്ടോ. ലിസ്റ്റ് ഓഫ് accepted income, which are the list of എന്നൊക്കെ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതണം. ഓക്കെ, ഇതൊക്കെ കണ്ടോ? ലിസ്റ്റ് ഓഫ് അക്സെപ്റ്റഡ് ഇൻകം. എന്താണ് ലിസ്റ്റ്? അക്സെപ്റ്റഡ് ഇൻകത്തിൻ്റെ ലിസ്റ്റ്. എന്താണ്? ഫസ്റ്റ് ഈസ് അഗ്രികൾച്ചറൽ എന്ന് പറഞ്ഞാൽ മീൻസ് അഗ്രികൾച്ചറൽ ഇൻകം. സെക്കൻഡ് ഈസ് സം റിസീവ് മെമ്പേഴ്സ് ഫ്രം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, തേർഡ് ഈസ് ഷെയർ ഓഫ് പാർട്ട്ണർ ഓഫ് ഫേം ഇൻകം. തേർഡ് ഈസ് മൂന്നാമത്തത് എന്താ വായിച്ചത്? ഷെയർ ഓഫ് പാർട്ട്ണർ ഓഫ് ഫേം ഇൻകം. നാലാമത്തത് പ്രോഫിറ്റ് ഓഫ് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻകം. കോമ്പൻസേഷൻ ഓഫ് വിക്ടിം ഭോപ്പാൽ ഗ്യാസ് ഇൻകം. ദെൻ സം റിസീവ്ഡ് ഫ്രം ലൈഫ് ഇൻഷുറൻസ്. ഇതൊക്കെ ഇതിലൂടെ എക്സംപ്റ്റഡ് പെടും കേട്ടോ. സം റിസീവ്ഡ് ഫ്രം പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ജനങ്ങൾക്ക്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇതാണ് പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദുരന്തബാധിതർക്കായി നീക്കിയിരിപ്പൊക്കെ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല എല്ലാ ഗവൺമെൻറ്റിലും ഉള്ള ദുരന്തം വരുമ്പോൾ പെട്ടെന്ന് എന്താവും? നമ്മൾ കുറച്ച് ഫണ്ട് നീക്കി വെക്കും. ദെൻ പേയ്മെൻറ്റ് ഫ്രം സുകന്യ സമൃദ്ധി അക്കൗണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ട്. സം റിസീവ്ഡ് ഫ്രം സുകന്യ സമൃദ്ധി അക്കൗണ്ട് റൂൾസ് ഇൻ 2014 മെയ്ഡ് അണ്ടർ ഗവൺമെൻറ് ഓഫ് സേവിംഗ് ബാങ്ക് 1873 എക്സെപ്റ്റ് ഫ്രം ടാക്സ്. അതായത് ടാക്സിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനൊക്കെ ഉള്ളതാട്ടോ. സുകന്യ സമൃദ്ധി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അതെന്തല്ല നമ്മുടെ ഇതിൽ ഉൾപ്പെടുന്നില്ല. അതേപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്തിൽ ഉൾപ്പെടുന്നില്ല? ടാക്സിൽ ഉൾപ്പെടുന്നില്ല. അത് ഒഴികെ നാട്ടോ എക്സംപ്റ്റഡ് ഇൻകം നമ്മുടെ ദേശീയ വരുമാനത്തിൽ നിന്ന് ഉൾപ്പെടാതെ ടാക്സിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദെൻ ഇൻഷുറൻസ്. ദെൻ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്തായാലും സംബന്ധിച്ച് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫുള്ളി അക്സെപ്റ്റഡ്. അത് ഫുള്ളായിട്ട് അക്കൗണ്ടിൽ നിന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ്. സംബന്ധിച്ച് ലൈഫ് ഇൻഷുറൻസിൽ നമ്മളെ മരിച്ചാൽ അപകടത്തിൽപ്പെട്ട് കൊടുക്കണമല്ലോ. ഒരു ഇൻഷുറൻസ് ചേർന്നാൽ എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കണം? അതിനുള്ള ഇത് കൊടുക്കേണ്ടി വരും. അതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നില്ല? നമ്മുടെ ടാക്സിൽ ഉൾപ്പെടുന്നില്ല. സബ്സിഡറീസ് ടീ ബോർഡ് ആൻഡ് ആനുവൽ വാല്യൂ പ്ലേസ്മെന്റ് എക്സ് റൂളേഴ്സ് ഇൻകം ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് ട്രൈബ്സിനുണ്ട് കുറച്ച് എന്ത് ലിസ്റ്റ്, കുറച്ച് ഈ ഒരു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് എത്ര തരം ലിസ്റ്റാണുള്ളത് മിസ് ജസ്റ്റ് കണക്കൂട്ടുക. 1 to 19, 20, 21, 22, 23, 25, 26, 29, 36 ലിസ്റ്റാണ്. അപ്പോൾ 36 ലിസ്റ്റ്. ഓക്കെ, 36 ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? എസ്എ ആണ്. എസ്എ ക്വസ്റ്റ്യൻ. 36 ലിസ്റ്റ്. Income of national financial holding, income of foreign company account and income of foreign company infrastructure, exception of not body of authority, trust board commission income, individual half new pension scheme trust income and individual under reserve mortgage schemes income and bodies of authorities and income ആൻഡ് സബ്സിഡറി കമ്പനി ഇൻകം. ഇങ്ങനെ എത്ര ഇൻകം ഉണ്ട്? 30 ഇൻകം ആണ് എന്തിൽ നിന്ന് ഒഴിഞ്ഞത്? എക്സെപ്റ്റഡ് ഇൻകം. ഇതിൽ പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദുരന്തബാധിതർക്കായി വരുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിൽ ആരെങ്കിലും മരിക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ദുഃഖാചരണം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡീലിങ്സും ട്രാൻസ്പോർട്ടേഷനും പിന്നെ ട്രാൻസാക്ഷൻ അല്ലേ, പൈസേൻ്റെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷനും ഒരു ഇൻഡസ്ട്രിയലായിട്ട് നിന്ന് പോയാൽ ഇപ്പോൾ ഈ ആലപ്പുഴയിൽ ഇപ്പോൾ VS അച്യുതാനന്ദൻ മരിച്ചപ്പോൾ ആലപ്പുഴയിൽ എന്തെങ്കിലും ഇൻഡസ്ട്രീസ് ഇഷ്ടം പോലെ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടാവും. അതിലേതെങ്കിലും ഇപ്പോൾ ബോട്ടൊക്കെ ആലപ്പുഴയിലുള്ളതല്ലേ, ബോട്ട് സർവീസും നമ്മളെ വിദേശികൾ വരുന്നതും ബോട്ട് സർവീസൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അത് നിന്ന് പോയാൽ അപ്പോൾ അതെന്താ നമ്മൾ എന്തല്ല നമ്മളത് മസ്റ്റാണ്. അത് അവിടെ എന്തില്ല, അവിടെ ടാക്സും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ദാറ്റ് ഈസ് എന്ത് ടാക്സിൽ ഉൾപ്പെടുന്നു? എക്സംപ്റ്റഡ് ഇൻകത്തിൽ ഉൾപ്പെടുന്നു. Then certain accepted income in the hands of individual. അതായത് ചില വ്യക്തികളുടെ കയ്യിലുള്ള അക്സെപ്റ്റഡ് ഇൻകം ഏതൊക്കെയാണെന്ന് നോക്കിയാൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? 13. നെക്സ്റ്റ് 15. അത് ഇൻഡിവിജ്വൽ ഇൻകം എത്ര ഉണ്ട്? 15 ഉണ്ട്.
ബേസിക് കണ്ടീഷൻ മിസ് നേരത്തെ പറഞ്ഞു. അഡീഷണൽ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഇൻകം ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ തുടങ്ങിയത് ഏതാണ്? ഈ ഒരു എക്സാമ്പിളാണ് നമ്മുടെ accepted ഇൻകത്തിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. certain accepted income in the hands of an individual, ഒരു വ്യക്തിയുടെ കയ്യിലുള്ള അതായത് accepted income ഏതൊക്കെ നമുക്ക് നോക്കാം. ലീവ്, ട്രാവൽ കൺസെഷൻ, അലവൻസ് ഓഫ് പെർക്യൂറ്റീസ് റിസീവ്ഡ് അബ്രോഡ്, പിന്നെ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്യാരണ്ടി. ഇതൊക്കെ എന്താണ്? അസംഷൻ ആണ്. ഒരു വ്യക്തി, കാരണം ഒരു വ്യക്തി മരിച്ചാൽ പിന്നെ എന്തില്ല, അദ്ദേഹത്തിനോട് ടാക്സും ഇൻകം ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. കമ്മ്യൂട്ടഡ് എമൗണ്ട് ഓഫ് പെൻഷൻ, പിന്നെ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് ആൻഡ് കോമ്പൻസേഷൻ ഓഫ് retrenchment, income paid by employer of perquisites and some received from statutory provident fund, income received recognized provident fund and national pension system fund, പിന്നെ partial withdraw from national pension system and approved of superannuation fund, transfer employee under pension scheme, house rent allowance, special allowance for official duties. Okay, 30 at last 30 അല്ല 15 ഇൻഡിവിജ്വൽ ഇൻകം അസംപ്റ്റഡ് ഇൻകം ആണ്. നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കയ്യിലുള്ള ചില അസംപ്റ്റഡ് ഇൻകം ആണ്. അറ്റ് ലാസ്റ്റ് 15 എന്താമത്തെ മിസ് പറഞ്ഞത്? അറ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് 15 ആണ് അല്ലേ? 15th ഇൻകം എന്ത് ഇൻകമാണ്? ഇൻകം ഓഫ് ഇൻഷുറൻസ് റെഗുലേറ്ററി ഇൻകം. ഇതല്ല. അപ്പോൾ 15 ഇൻകം, ഇൻഡിവിജ്വൽ ഇൻകം എത്രയാണ്? 50. ഇതും നമുക്ക് എസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻകം ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മൾ പറഞ്ഞു. ഇതിൽ ഇൻഷുറൻസ് പറഞ്ഞു, നിങ്ങൾ ഇൻകം ഓഫ് സർട്ടൻ നാഷണൽ ഫണ്ട്സ് ഒക്കെ ഇതിൽ ഇൻഡിവിജ്വൽ ഇൻകത്തിലാണ് എന്ത് വരിക? നാഷണൽ ഫണ്ട്സിൻ്റെ ഒരു കാറ്റഗറി വരുന്നത്. നെക്സ്റ്റ് ഇൻകം ഓഫ് നോട്ടിഫൈഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്, ഇൻകം ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, ഇൻകം ഓഫ് രജിസ്റ്റേർഡ് ഫണ്ട്, ഇൻകം ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അത് നമ്മൾ പറഞ്ഞത് 1961 ഫിനാൻഷ്യൽ ആക്ടിൽ സെക്ഷൻ 21A നമ്മൾ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ നിങ്ങൾ മിസ്സിൻ്റെ ക്ലാസ് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അതിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു ഫിനാൻഷ്യൽ ആക്ടിലാണ് ഈ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് എക്സംപ്റ്റഡ് ഇൻകം ചില വ്യക്തികളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇൻകം ഓഫ് കോർപ്പറേഷൻ ഫണ്ട്, ഇൻകം ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഫണ്ട്, ഇൻകം ഓഫ് കോർപ്പറേറ്റ് സൊസൈറ്റീസ് ഫണ്ട്, ഇൻകം ഓഫ് ഫോറിൻ ഫണ്ട്, ഇൻകം ഓഫ് അപ്രൂവ്ഡ് ഫണ്ട്, ഇൻകം ഓഫ് സർട്ടൻ ബോർഡ് ഫണ്ട്. ഇങ്ങനെ 15 ഫണ്ട്സ് ആണുള്ളത്. നെക്സ്റ്റ് അഡീഷണൽ കണ്ടീഷൻസ് ഇൻകം ഓഫ്